ബി പി നമ്മൾ ഒരാളുടെ റെക്കോർഡ് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും? നോർമൽ ബി പി എത്ര ചിഞ്ചു? 120/80. അതിനകത്ത് 2 വാല്യൂ ഉണ്ട്. അതെന്താണെന്നറിയോ? 120/80. അതിൻ്റെ അകത്ത് 120 എന്താണ്, 80 എന്താണ്? അതൊന്ന് പറഞ്ഞു കൊടുക്കൂ സിസ്റ്റർ. 120 സിസ്റ്റോളിക് ബി പി, 80 ഡയസ്റ്റോളിക് ബി പി. എന്താണ് ഈ സിസ്റ്റോളി, എന്താണ് ഈ ഡയസ്റ്റോളി എന്ന് ആർക്കെങ്കിലും അറിയാവോ? സിസ്റ്റോളി ഡയസ്റ്റോളി എന്ന് പറയുന്നത് നമ്മുടെ ഹാർട്ടിൻ്റെ 2 ഫേസ് ആണ്. സിസ്റ്റോളി പറഞ്ഞാൽ കോൺട്രാക്ഷൻ, ഡയസ്റ്റോളി എന്ന് പറഞ്ഞാൽ റിലാക്സേഷൻ. നമുക്കറിയാം നമ്മുടെ ഹാർട്ട് കോൺട്രാക്ട് ചെയ്യും, ചുരുങ്ങും ചെയ്യും, അതുപോലെ തന്നെ റിലാക്സ് ചെയ്യും. കോൺട്രാക്ട് ചെയ്യുന്ന ഫേസ് സിസ്റ്റോളിക് ഫേസ്, റിലാക്സ് ചെയ്യുന്ന ഫേസ് ഡയസ്റ്റോളിക് ഫേസ്. ബി പി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? ബി പി അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ എന്ന് പറയും. നമ്മുടെ ബ്ലഡ് അല്ലെങ്കിൽ രക്തം അതിൻ്റെ കുഴലുകളിൽ എക്സേർട്ട് ചെയ്യുന്ന പ്രഷറാണ് ബ്ലഡ് പ്രഷർ. രക്തം അതിൻ്റെ കുഴലുകളിൽ കൊടുക്കുന്ന പ്രഷർ, രക്തക്കുഴലുകളിൽ രക്തം കൊടുക്കുന്ന പ്രഷർ, അതാണ് ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്. സിസ്റ്റോളി അല്ലെങ്കിൽ ഹാർട്ട് കോൺട്രാക്ട് ചെയ്യുന്ന സമയത്തുള്ള പ്രഷർ സിസ്റ്റോളിക് പ്രഷർ, ഹാർട്ട് റിലാക്സ് ചെയ്യുന്ന സമയത്തുള്ള പ്രഷർ ഡയസ്റ്റോളിക് പ്രഷർ. മനസ്സിലായോ? ഇനി നമ്മൾ എങ്ങനെയാണ് ഈ മിഷൻ വെച്ച് ബി പി നോക്കാം. ഈ 120/80 നമ്മൾ പറഞ്ഞു. നമ്മൾ ഈ ബി പി കഫ് എത്ര ഇൻഫ്ലേറ്റ് ചെയ്യണം? ബി പി കഫ് നമ്മൾ ഇൻഫ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിനകത്തുള്ള മെർക്കുറി കോളം റൈസ് ചെയ്യാൻ തുടങ്ങും. കണ്ടോ, നമ്മൾ ഇതിൽ പ്രഷർ കൊടുക്കുന്ന സമയത്ത് മെർക്കുറി കോളം റൈസ് ചെയ്യുന്നുണ്ട്. നമ്മൾ നോർമലി എത്ര വരെ റൈസ് ചെയ്യണം? നമ്മൾ പറഞ്ഞു ഒരാളുടെ നോർമൽ ബി പി 120/80 ആയിരിക്കും. അപ്പോൾ നമ്മൾ ഒരു 120-ലും കൂടുതൽ വരെ, 120-ലും കൂടുതൽ നമ്മൾ ഇൻഫ്ലേറ്റ് ചെയ്യണം. ഒരു 20 to 30 millimeters എബവ് 120-ൻ്റെ നമ്മൾ ഇൻഫ്ലേറ്റ് ചെയ്യുക. അതിനുശേഷം ആ സമയത്ത് നമുക്ക് എന്തെങ്കിലും സൗണ്ട് കേൾക്കാൻ പറ്റുമോ എന്ന് നോക്കുക. ഇല്ല. നോർമലി ഒരാളിൽ 120-ലും കൂടുതൽ ഇൻഫ്ലേറ്റ് ചെയ്താൽ സൗണ്ടുകളൊന്നും ഉണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ബ്ലഡിൻ്റെ ഫ്ലോ ബ്ലോക്ക് ആവും. നമ്മൾ ആ രക്തത്തിൻ്റെ ഫ്ലോ മൊത്തമായിട്ട് നിർത്തുകയാണ്. അതിനുശേഷം നമ്മൾ സ്ലോലി ഒരു 2 to 3 millimeters ഡീഫ്ലേറ്റ് ചെയ്യാൻ തുടങ്ങും. ആ സമയത്ത് ഒരു പോയിന്റിൽ വെച്ച് നമ്മളൊരു സൗണ്ട് കേൾക്കും, ടക്ക് ടക്ക്. ആ സൗണ്ട് കേൾക്കുന്ന പോയിൻ്റാണ് പേഷ്യൻറ്റിൻ്റെ സിസ്റ്റോളിക് ബി പി. മനസ്സിലായോ? ആ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ കണ്ടിന്യൂസ്ലി ഡീഫ്ലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഏത് പോയിന്റിൽ വെച്ചിട്ടാണോ ആ സൗണ്ട് നിൽക്കുന്നത് അതാണ് പേഷ്യൻറ്റിൻ്റെ ഡയസ്റ്റോളിക് ബി പി. മനസ്സിലായോ? ഹോസ്പിറ്റൽസിൽ നമ്മൾ സാധാരണ ബി പി നോക്കുന്ന സമയത്ത് സ്റ്റെത്തസ്കോപ്പ് ഉപയോഗിക്കാറുണ്ട്. നമ്മൾ സ്റ്റെത്തസ്കോപ്പിൻ്റെ ഡയഫ്രം യൂസ് ചെയ്തിട്ടാണ് ബി പി നോക്കുക. നമ്മൾ ഏത് രക്തക്കുഴലാണ് നമ്മൾ എടുക്കുന്നത് എന്ന് ചോദിച്ചാൽ നമ്മുടെ എൽബോ ജോയിൻ്റ് ഉണ്ടല്ലോ, മുട്ട്, ഇതിൻ്റെ മീഡിയൽ പാർട്ട്, നമ്മൾ പറഞ്ഞു മീഡിയൽ പാർട്ട് എന്താണ്, അവിടെയുള്ള ഒരു ആർട്ടറി ഉണ്ട്, ബ്രേക്കിയൽ ആർട്ടറി. ആ ആർട്ടറിയിലാണ് നമ്മൾ സാധാരണ ബി പി നോക്കുന്നത്. നമ്മൾ പറഞ്ഞ പോലെ ആ ബ്രേക്കിയൽ ആർട്ടറിയിൽ സ്റ്റെത്തസ്കോപ്പ് വെച്ച ശേഷം നമ്മൾ കഫ് ഇൻഫ്ലേറ്റ് ചെയ്യും, അതിനുശേഷം സ്ലോലി ഡീഫ്ലേറ്റ് ചെയ്യും. ഇനി നമുക്ക് ചില സമയങ്ങളിൽ സ്റ്റെത്തസ്കോപ്പ് ഇല്ലാത്ത സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് നമ്മുടെ റേഡിയൽ ആർട്ടറിയിലും ബി